യേശുക്രിസ്തു എങ്ങനെയാണ് ജനിച്ചത് എന്നതാണ് നമ്മൾ ഇവിടെ അവതരിപ്പിക്കുന്നത്. ബഹളങ്ങളില്ലാത്ത നിശബ്ദമായ ഒരു പട്ടണമായിരുന്നു നസ്രത്ത്. അവിടെയുള്ള ആൾക്കാർ കർഷകരും ആട്ടിടയന്മാരുമായിരുന്നു. ഈ പട്ടണത്തിൽ മറിയം എന്നൊരു ചെറുപ്പക്കാരി താമസിച്ചിരുന്നു. അവൾ അനുസരണയും ദൈവഭക്തിയുമുള്ളവളായിരുന്നു. എല്ലാവർക്കും അവളെ വളരെ ഇഷ്ടമായിരുന്നു. മറിയം നല്ലവനും സത്യസന്ധനുമായ ദാവീദിന്റെ വംശത്തിൽപ്പെട്ട ജോസഫ് എന്ന ഒരു മരപ്പണിക്കാരനെ വിവാഹം കഴിക്കുവാൻ നിശ്ചയിക്കപ്പെട്ടിരുന്നു. വിവാഹ നിശ്ചയത്തിന് ചില ദിവസങ്ങൾക്ക് മുമ്പ് ദൈവം തൻ്റെ ദൂതനായ മാലാഖയെ കന്യകയായ മറിയത്തിനടുത്തേക്ക് അയച്ചു. മറിയം, ഇനി നീ അല്പം വിശ്രമിക്ക്. മറ്റു ജോലികൾ ഞാൻ ചെയ്തുകൊള്ളാം. ശരി അമ്മേ. ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, ദൈവം നിന്നോടുകൂടെ. മറിയമേ, നീ ഭയപ്പെടേണ്ട. ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന പേരിടണം. അവൻ വലിയവനായിരിക്കും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടുകയും ചെയ്യും. പക്ഷേ ഇതെങ്ങനെ സംഭവിക്കും? അത്യുന്നതന്റെ ശക്തിയായ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ, ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ഇതാ, നിന്റെ ചാർച്ചക്കാരി വൃദ്ധയായ എലിസബത്തും ഒരു പുത്രനെ ഗർഭം ധരിച്ചിരിക്കുന്നു. വന്ധ്യ എന്ന് പറഞ്ഞിരുന്ന അവൾക്ക് ഇത് 6-ാം മാസമാണ്. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. ഇതാ ദൈവത്തിൻ്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. മറിയം കുടുംബത്തോടും സുഹൃത്തുക്കളോടും യാത്ര പറഞ്ഞ് യൂദായായിലെ മലമ്പ്രദേശത്തുള്ള ഒരു പട്ടണത്തിലേക്ക് യാത്ര പുറപ്പെട്ടു. എലിസബത്ത്, നോക്കൂ, ഇതാരാ വന്നിരിക്കുന്നതെന്ന്. ദൈവം തൻ്റെ പുത്രന്റെ മാതാവായി മറിയത്തെ തിരഞ്ഞെടുത്തിരിക്കുന്ന വിവരം എലിസബത്തിന് അറിവുള്ളതായിരുന്നു. എലിസബത്തിന് ജനിക്കുന്ന കുഞ്ഞ് യേശുവിനെ സ്വീകരിക്കാൻ വഴിയൊരുക്കുമെന്ന് ദൈവദൂതൻ സഖറിയായോട് പറഞ്ഞിരുന്നു. മറിയമേ, നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്. നിന്റെ ഉദരഫലവും അനുഗ്രഹീതം തന്നെ. എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്തു വരുവാനുള്ള ഈ ഭാഗ്യം എനിക്കെവിടെ നിന്ന്? കർത്താവ് അരുൾ ചെയ്ത കാര്യങ്ങൾ നിറവേറ്റുമെന്ന് വിശ്വസിച്ച മറിയമേ, നീ ഭാഗ്യവതി. മറിയം അവളുടെ കൂടെ 3 മാസത്തോളം താമസിച്ചു. പിന്നെ വീട്ടിലേക്ക് മടങ്ങി. വിവാഹത്തിനു മുമ്പ് തന്നെ മറിയം ഗർഭിണിയായി എന്നറിഞ്ഞപ്പോൾ ജോസഫ് വളരെയധികം വ്യാകുലപ്പെട്ടു. വിവാഹത്തിൽ നിന്ന് പിന്മാറണമോ എന്ന് ചിന്തിച്ചിരിക്കെ സ്വപ്നത്തിൽ ഒരു ദൈവദൂതൻ പ്രത്യക്ഷപ്പെട്ടു. ദാവീദിന്റെ പുത്രനായ ജോസഫേ, മറിയത്തെ നിന്റെ ഭാര്യയായി സ്വീകരിക്കാൻ നീ ശങ്കിക്കേണ്ട. അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. അവൾ ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. എന്തെന്നാൽ അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കും. ജോസഫ് നിദ്രയിൽ നിന്നും ഉണർന്നു. കർത്താവിന്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു. അവൻ മറിയയെ തൻ്റെ ഭാര്യയായി സ്വീകരിച്ചു.
അക്കാലത്ത് ലോകമാസകലമുള്ള ജനങ്ങളുടെ പേര് എഴുതി ചേർക്കപ്പെടണം എന്ന് അഗസ്റ്റസ് സീസറിൽ നിന്ന് കൽപ്പന പുറപ്പെട്ടു. പേരെഴുതിക്കാനായി ഓരോരുത്തരും താന്താങ്ങളുടെ നഗരത്തിലേക്ക് പോയി. ജോസഫ് ദാവീദിന്റെ വംശത്തിൽപ്പെട്ടവനായിരുന്നതിനാൽ ബേത്ലഹേമിലേക്ക് പോകേണ്ടിയിരുന്നു. ഈ പുതിയ നിർദ്ദേശം കേട്ടോ? ഞാൻ കേട്ടു. പക്ഷേ മറിയത്തിന് അത്രയും ദൂരം യാത്ര ചെയ്യാനാവുമോ? ബെത്ലഹേമിൽ എത്താൻ ഒരാഴ്ചയിൽ കൂടുതൽ സമയം വേണ്ടി വരും. അതൊന്നും സാരമില്ല. ശരി, എങ്കിൽ നമുക്ക് സാധനങ്ങളെല്ലാം എടുത്തു വയ്ക്കാം. നാളെ തന്നെ നമുക്ക് പുറപ്പെടുകയും ചെയ്യാം. ശരി. അങ്ങനെ അവർ യാത്ര പുറപ്പെട്ടു. ഈ ജനക്കൂട്ടത്തെ നോക്കൂ. ധാരാളം ആളുകൾ ബെത്ലഹേമിലേക്ക് പോകുന്നുണ്ടല്ലോ. ഇതെല്ലാം ദൈവപദ്ധതി പ്രകാരമാണ്. എല്ലാം ഭംഗിയായി നടക്കും. ആഴ്ചയുടെ അവസാനത്തിലെങ്കിലും നമ്മൾ അവിടെ എത്തിച്ചേരുമെന്ന് കരുതുന്നു. മറിയത്തിന് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല, ഒരു കുഴപ്പവുമില്ല. ദൈർഘ്യമേറിയ ആ യാത്രയുടെ ഒടുവിൽ അവർ ബേത്ലഹേം പട്ടണത്തിൽ എത്തി. ജോസഫ്, എനിക്ക് നല്ല ക്ഷീണം തോന്നുന്നു. നമുക്ക് അല്പം വിശ്രമിച്ചാലോ? അല്പം കൂടിയേ ഉള്ളൂ. നമ്മൾ ബെത്ലഹേമിലെത്തി. ഇനി കുറച്ച് മണിക്കൂറുകൾ മാത്രം മതി. മറിയത്തിന് സ്വസ്ഥമായി സത്രത്തിൽ വിശ്രമിക്കാം. ശരി, എന്നാൽ പോകാം. പക്ഷേ അവർ പട്ടണത്തിലെത്തിയപ്പോൾ എല്ലായിടവും ജനങ്ങളെ കൊണ്ട് നിറഞ്ഞിരുന്നു. ഇത്രയധികം ജനങ്ങളോ? അതെ, ഇവരെല്ലാവരും പേരെഴുതിക്കാൻ വന്നവരായിരിക്കും. എനിക്ക് തീരെ വയ്യ. നമുക്ക് ഈ സത്രത്തിൽ എവിടെയെങ്കിലും ഒരു മുറി കിട്ടുമോ എന്ന് നോക്കാം. എനിക്ക് കുറച്ചു നേരം ഒന്ന് കിടക്കണം. ശരി, അവിടെ സ്ഥലമുണ്ടെന്ന് തോന്നുന്നു. മറിയം ഇവിടെ നിൽക്കൂ, ഞാൻ പോയെന്ന് നോക്കട്ടെ. ശരി, ഞാനിവിടെ നിൽക്കാം. സത്രത്തിലേക്ക് നീങ്ങുന്നു. പട്ടികയിൽ പേര് ഉൾപ്പെടുത്താനാണ് ഞങ്ങൾ ബെത്ലഹേമിലേക്ക് എത്തിയത്. രാത്രി വിശ്രമിക്കുവാനായി ഒരു സ്ഥലം തേടുകയാണ്. ഇവിടെ താമസിക്കാൻ കഴിയുമോ? ക്ഷമിക്കണം സഹോദര, ഇവിടെ മുറി ഒഴിവില്ല. എനിക്കും എൻ്റെ ഭാര്യയ്ക്കും തങ്ങാൻ ഇവിടെ സ്ഥലമുണ്ടാകുമോ? അയ്യോ, ഒരു നിവൃത്തിയില്ല സുഹൃത്തെ. നല്ല തിരക്കാ, ഒട്ടും സ്ഥലമില്ല. ഇവിടെ താമസിക്കാൻ മുറി ഒഴിവുണ്ടാകുമോ? ക്ഷമിക്കണം സുഹൃത്തെ, എല്ലാ മുറികളിലും ആളുകളുണ്ട്. ഈ പട്ടണത്തിൽ ഇനി എവിടെയും നിങ്ങൾക്ക് മുറി കിട്ടാൻ സാധ്യതയുമില്ല. പേരെഴുത്തു കാരണം എല്ലായിടത്തും നല്ല തിരക്കാണ്. എന്നാലും എങ്ങനെയെങ്കിലും ഞങ്ങളെ ഒന്ന് സഹായിക്കാമോ? എൻ്റെ ഭാര്യ ഗർഭിണിയാണ്, വളരെ ക്ഷീണിതയായിരിക്കുന്നു. ഞങ്ങൾക്ക് കിടക്കാൻ ഒരു സ്ഥലം എവിടെയെങ്കിലും ഒന്ന് തരണേ. ഞാനൊന്ന് നോക്കട്ടെ. നിങ്ങൾക്ക് ഒരു കാലിത്തൊഴുത്തിൽ തങ്ങാനാകുമോ? കാലിത്തൊഴുത്തോ? ശരി, ഞങ്ങൾ കാലിത്തൊഴുത്തിൽ തങ്ങി.
എന്നാൽ ശരി, നിങ്ങൾ എൻ്റെ കൂടെ വരൂ. അത് പട്ടണത്തിന് വെളിയിലാണ്. ഞാൻ നിങ്ങൾക്ക് കാട്ടിത്തരാം. ഇതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞ സ്ഥലം. വളരെ നന്ദി. എന്നോട് ക്ഷമിക്കണം. ഇതിലും ഭേദപ്പെട്ട സ്ഥലം എനിക്ക് നിങ്ങൾക്ക് തരാനായില്ല. ഈ കാലിത്തൊഴുത്ത് മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. ഒരു കുഴപ്പവുമില്ല. ഇതെങ്കിലും ഓർത്തു തരുവാൻ ഒരു മനസ്സുണ്ടായല്ലോ. വളരെ നന്ദി. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. അവർ അവിടെ എത്തിയപ്പോഴേക്കും മറിയം കുഞ്ഞിന് ജന്മം കൊടുക്കാറായിരുന്നു. അങ്ങനെ മറിയം അവിടെ വച്ച് തൻ്റെ കടിഞ്ഞൂൽ പുത്രനെ പ്രസവിച്ചു. ആരോഗ്യവാനായ കുഞ്ഞിനെ നൽകിയതിന് മറിയം ദൈവത്തിന് നന്ദി അറിയിച്ചു. മറ്റു സ്ഥലമൊന്നും ലഭ്യമല്ലാത്തതിനാൽ അവനെ വിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞു. അവിടെ മൃദുവായ പുല്ല് മൃഗങ്ങൾക്ക് ഭക്ഷിക്കുവാൻ വച്ചിട്ടുണ്ടായിരുന്നു. മറിയം ആ പുല്ലുകൾ കൊണ്ട് ഒരു കിടക്കയുണ്ടാക്കി ആ പുൽത്തൊട്ടിയിൽ ആ കിടക്കയിൽ ഉണ്ണിയേശുവിനെ കിടത്തി. പ്രദേശത്തെ വയലുകളിൽ ആടുകളെ രാത്രി കാത്തുകൊണ്ടിരുന്ന ഇടയന്മാരുണ്ടായിരുന്നു. കർത്താവിൻ്റെ ദൂതൻ അവരുടെ അടുത്തെത്തി. കർത്താവിൻ്റെ മഹത്വം അവരുടെ മേൽ പ്രകാശിച്ചു. ഭയപ്പെടേണ്ട, ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ, കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. ഇതായിരിക്കും നിങ്ങൾക്ക് അടയാളം. വെള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തിയിരിക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും. പെട്ടെന്ന് സ്വർഗീയ സൈന്യത്തിന്റെ ഒരു വ്യൂഹം ആ ദൂതനോടുകൂടെ പ്രത്യക്ഷപ്പെട്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. Strength.
നമുക്ക് വേഗം ബെത്ലഹേമിൽ പോകാം. അതെ, കർത്താവ് നമ്മെ അറിയിച്ച ഈ സംഭവം നമുക്ക് പോയി കാണാം. ശരി, നമുക്ക് പോവാം. അവർ അതിവേഗം പോയി മറിയത്തെയും ജോസഫിനെയും പുൽത്തൊട്ടിയിൽ കിടക്കുന്ന ശിശുവിനെയും കണ്ടു. അനന്തരം ശിശുവിനെക്കുറിച്ച് തങ്ങളോട് പറയപ്പെട്ട കാര്യങ്ങൾ അവർ അവരെ അറിയിച്ചു. മറിയം ഇവയെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഗാഢമായി ചിന്തിച്ചുകൊണ്ടിരുന്നു. തങ്ങളോട് പറയപ്പെട്ടതുപോലെ കാണുകയും കേൾക്കുകയും ചെയ്ത സകല കാര്യങ്ങളെയും കുറിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും സ്തുതിക്കുകയും ചെയ്തുകൊണ്ട് ഇടയന്മാർ മടങ്ങിപ്പോയി. ആകാശത്ത് ഒരു ശോഭയുള്ള നക്ഷത്രം പ്രത്യക്ഷപ്പെട്ടു. വിദൂരദേശത്തുള്ള ചില ജ്ഞാനികൾ നക്ഷത്രം കണ്ടു. ബുദ്ധിമാന്മാരായ മനുഷ്യരായിരുന്നു അവർ. ഒരു വലിയ രാജാവ് അല്ലെങ്കിൽ രക്ഷകൻ ജനിക്കുമ്പോൾ ആകാശത്ത് ഒരു പുതിയ നക്ഷത്രം പ്രത്യക്ഷപ്പെടുമെന്ന് അവർക്കറിയാമായിരുന്നു. രക്ഷകനെ കണ്ടെത്തി സമ്മാനങ്ങൾ നൽകുവാനായി അവർ നക്ഷത്രത്തെ പിന്തുടർന്ന് യാത്ര പുറപ്പെട്ടു. നോക്കൂ, ആ നക്ഷത്രം നിശ്ചലമായി. ഇന്ന് രാത്രി നമുക്ക് ഇവിടെ തന്നെ തങ്ങാം. നാളെ രാജകൊട്ടാരത്തിൽ പോയി നമുക്ക് ഇതിനെക്കുറിച്ച് അന്വേഷിക്കാം. പക്ഷേ അവിടെ നമ്മളെ സഹായിക്കാൻ ആർക്കെങ്കിലും സാധിക്കുമോ? അറിയില്ല. നമുക്ക് അവിടെ ചെന്നൊന്ന് അന്വേഷിച്ച് നോക്കാം. നേരം പുലർന്നപ്പോൾ അവർ കൊട്ടാരത്തിലേക്ക് പോയി. യേശു ജനിച്ചപ്പോൾ ഹെറോദേസ് ആയിരുന്നു ജെറുസലേമിലെ രാജാവ്. യഹൂദരുടെ രാജാവായി പിറന്നവൻ എവിടെയാണ്? ഞങ്ങൾ അവൻ്റെ നക്ഷത്രം കണ്ടവനെ ആരാധിക്കാൻ വന്നതാണ്. ഇത് കേട്ട് ഹെറോദേസ് ഞെട്ടി. പുരോഹിത, ഇവരെന്തൊക്കെയാണ് ഈ പറയുന്നത്? യഹൂദരുടെ രാജാവോ? അതെ പ്രഭു, അത് ശരിയാണ്. നമ്മുടെ തിരുലിഖിതങ്ങളിൽ ഇതേക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. അതുപ്രകാരം ലോകത്തിന്റെ രക്ഷകനായ മിശിഹ ബത്ലഹേമിൽ ജനിക്കും എന്നാണ്. എന്ത്? ജ്ഞാനികളെ, നിങ്ങൾ ബത്ലഹേമിലേക്ക് പോകൂ. കുട്ടിയെ നിങ്ങൾ അവിടെ കണ്ടേക്കാം. നന്ദി പ്രഭു, ഞങ്ങൾ അവിടേക്ക് പോവുകയാണ്. ഒരു കാര്യം കൂടി. എന്താണ് പ്രഭു? കുഞ്ഞിനെ കണ്ടെത്തിയാൽ നിങ്ങൾ എന്നെയും ഒന്ന് അറിയിക്കണം. എനിക്കും പോയി അവനെ ആരാധിക്കണം. ശരി പ്രഭു. എന്റെ രാജ്യത്ത് മറ്റൊരു രാജാവ്. എനിക്കത് അനുവദിക്കാനാവില്ല. എന്തായാലും അവർ കുട്ടിയെ കണ്ടാൽ എന്നെ ഒന്ന് അറിയിക്കുമല്ലോ. എന്നിട്ട് ബാക്കി തീരുമാനിക്കാം. ജ്ഞാനികൾ യാത്ര തുടർന്നപ്പോൾ
കിഴക്ക് മുമ്പ് കണ്ട നക്ഷത്രം അവർക്ക് മുമ്പേ നീങ്ങി. യേശു കിടന്ന സ്ഥലത്തേക്ക് അത് അവരെ നയിച്ചു. We three kings of Orient are bearing gifts. We traverse afar, field and fountain, moor and mountain, following yonder star. Oh, star of wonder, star of night, star with royal beauty bright, westward leading, still proceeding, guide us to thy perfect light. രാജാക്കന്മാരുടെ രാജാവേ, ഈ സ്വർണം സ്വീകരിക്കൂ. സ്വർഗത്തിന്റെ മഹാപുരോഹിതന് ഈ കുന്തിരിക്കം ഞാൻ സമ്മാനിക്കുന്നു. ഇതാ നിന്റെ സേവകൻ തരുന്ന ഈ മീര നീ സ്വീകരിച്ചാലും. ഞങ്ങളുടെ ഈ യാത്ര വിഫലമായില്ല. അതെ, ദൈവം തന്റെ പ്രഭാവം വെളിപ്പെടുത്തിയത് ഒരു കൊട്ടാരത്തിലല്ല, മറിച്ച് ഒരു പുൽത്തൊട്ടിലിന്റെ ലാളിത്യത്തിലാണ്. ഇവൻ മിശിഹായാണ്, ഈ ലോകത്തിന്റെ രക്ഷകൻ. ഈ ഒരു നിമിഷം ഞങ്ങൾക്ക് സമ്മാനിച്ച ദൈവത്തിന് ഞങ്ങൾ സ്തുതി പറയുന്നു. വരൂ, നമ്മൾക്ക് മടങ്ങുവാൻ സമയമായി. അവർ ഉണ്ണിയേശുവിനെ ഒരിക്കൽ കൂടി കുമ്പിട്ട് വണങ്ങി മടങ്ങുന്ന വഴിയിൽ കുറച്ചു ദൂരം മുന്നോട്ട് പോയപ്പോൾ ഒരു ദൂതൻ അവർക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. യേശുവേ